വെൽക്കം. തഹമനാണ്. ബയോകെമിസ്ട്രി കാർബോഹൈഡ്രേറ്റ്സ് മെറ്റബോളിസം സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഗ്ലൈക്കോളിസിസിനെ പറ്റിയാണ് നമ്മൾ പറയാം. സോ ഗ്ലൈക്കോളിസിസിലെ സ്റ്റെപ്സ് പറയും, വാട്ട് ആർ ദ എൻസൈംസ് നമ്മൾ പറയും, എനർജറ്റിക്സ് പറയും, ആൻഡ് റെഗുലേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാം. ഗ്ലൈക്കോളിസിസ് പറയുന്നതിന് മുമ്പ് മൊത്തത്തിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, മോണോസാക്കറൈഡ്സ് ആയ ഗ്ലൂക്കോസ് ആണ് നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയാം. സോ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം എങ്ങനെയൊക്കെയാണ് എന്നൊരു ഓവർവ്യൂ നമുക്ക് വേണം. സോ നമുക്ക് ഗ്ലൂക്കോസ് ലഭിക്കുന്നത്, ഗ്ലൂക്കോസ് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്ന്, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, കാർബോഹൈഡ്രേറ്റിന്റെ പോളിമേഴ്സിൽ നിന്നാണ് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നത്. സോ ഇങ്ങനെ നമുക്ക് കിട്ടിയ ഗ്ലൂക്കോസ് കൂടുതലുണ്ട്, ദർ ഈസ് എക്സസ് ഗ്ലൂക്കോസ്, അത് നമ്മൾ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു പോളിമർ ആക്കി മാറ്റി ലിവറിലും മസിൽസിലും, സോ ലിവർ ആൻഡ് മസിൽസിലൊക്കെ സൂക്ഷിക്കുന്നു, സ്റ്റോർ ചെയ്തു. സോ ഇതാണ് ഗ്ലൈക്കോജെനിസിസ് ആക്കി മാറ്റും. സോ ഇതൊരു അനബോളിക് പാത്വേ ആണ്. ആൻഡ് ഭക്ഷണം ലഭ്യമല്ലാത്ത സമയങ്ങളിൽ ഈ ഗ്ലൈക്കോജനെ വീണ്ടും ചെറിയ ഗ്ലൂക്കോസ് തിരിച്ച് കാറ്റബോളിസം വഴി ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇതാണ് ഗ്ലൈക്കോജിനോലൈസ് ആണ് കാറ്റബോളിസം. ഇനി ഇതും തീരുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മറ്റു സോഴ്സിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കണം. സോ ഏതൊക്കെയാണ്? ഓഡ് ചെയിൻ ഫാറ്റി ആസിഡ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പ്രൊപ്പിയോണൈറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഗ്ലിസറോളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം, ദെൻ സർട്ടൻ അമിനോ ആസിഡ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം, ലാക്റ്റിക് ആസിഡ് ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സോ ദിസ് ഈസ് ഗ്ലൂക്കോനിയോജെനിസിസ്. സോ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മറ്റു സോഴ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന. ഇനി ഗ്ലൂക്കോസ് അല്ലാത്ത മറ്റ് മോണോസാക്കറൈഡ്സ്, ഉദാഹരണത്തിന് ഫ്രക്ടോസ് അല്ലെങ്കിൽ മാൾട്ടോസ്, സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഐസോമറൈസ് ചെയ്തിട്ടും ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, ഗ്ലൂക്കോസ് ആക്കി മാറ്റാം. ആൻഡ് ഇങ്ങനെ ലഭിച്ച ഗ്ലൂക്കോസിനെ സെൽ വെച്ചിട്ട് പല പ്രോസസ്സിന് വിധേയമാക്കാം. ഒന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഗ്ലൈക്കോലിസിസ് ആണ്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് മാറ്റുന്നതാണ്, പൈറുവേറ്റ് ആക്കി മാറ്റുന്നു. ആൻഡ് ഇത് എയ്റോബിക് ഉണ്ട്, എയ്റോബിക് ആൻഡ് അനൈറോബിക്. ആൻഡ് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് മാറ്റാനായിട്ട് ഓക്സിജന്റെ ആവശ്യമില്ലെങ്കിലും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പിന്നീടായിരിക്കും നടക്കുന്നതാണ് എയ്റോബിക് ഗ്ലൈക്കോളിസിസ്. ഓക്സിജൻ ഇല്ലാത്ത, ഓക്സിജൻ കുറവുള്ള സ്ഥലങ്ങളിൽ, മൈറ്റോകോൺട്രിയ ഒന്നുമില്ലാത്ത സെൽ, RBC, അവിടെ വെച്ചിട്ട് ഈ പൈറുവേറ്റിനെ ലാക്ടേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. ആൻഡ് ഇതാണ് അനൈറോബിക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. സോ എനർജി കുറവാണ്, പക്ഷേ ഇവിടെ അമിത എക്സസൈസ് അല്ലെങ്കിൽ ക്യാൻസർ സെൽ, RBC ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് നടക്കുക. ആൻഡ് ഇനി ഈ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റാം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് HMB പാത്വേ, സോ ഇവിടെ ഉണ്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നുണ്ട്. HMB പാത്വേ വഴി നമുക്ക് റൈബോസ് ഉണ്ടാക്കാം, റൈബോസ്. സോ റൈബോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് RNA ഉണ്ടാക്കാം, ദെൻ DNA ഉണ്ടാക്കാം. അതിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ട റൈബോസ് എന്ന് പറയുന്ന ഷുഗർ നമുക്ക് കിട്ടും, റൈബോസ് ഷുഗർ ഓഫ് ന്യൂക്ലിക് ആസിഡ് നമുക്ക് കിട്ടും. ദെൻ അവിടെ നിന്ന് NADPH ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ദെൻ മറ്റൊരു പാത്വേ എന്ന് പറയുന്നത് ഗ്ലൂക്കറോണിക് ആസിഡ് ആണ്. ഗ്ലൂക്കറോണിക് ആസിഡ് ഉണ്ടാക്കുന്ന ആ പാത്വേ നമ്മൾ യൂറോണിക് ആസിഡ് പാത്വേ എന്നാണ് വിളിക്കുക. സോ ഇവിടെ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കറോണിക് ആസിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജിച്ച് പുറത്തേക്ക് കളയേണ്ട സംഭവങ്ങളൊക്കെ ഗ്ലൂക്കറോണൈഡ് കോൺജുഗേറ്റ് ആക്കി മാറ്റും. ഉദാഹരണത്തിന് മോർഫിൻ എന്നുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ മോർഫിൻ ഗ്ലൂക്കറോണൈഡ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ബിലിറൂബിനെ നമുക്ക് ഗ്ലൂക്കറോണൈഡ് ആയിട്ട് കോൺജുഗേറ്റ് ചെയ്ത് കളയാം. സോ ഇതാണ് ഡീടോക്സിഫിക്കേഷനും നമുക്ക് ഉപയോഗിക്കാം. സോ ഇതെല്ലാമാണ് മൊത്തത്തിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം പാത്വേസ്. ഇനി നമ്മൾ പറയുന്നത് ഗ്ലൈക്കോളിസിസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഗ്ലൈക്കോലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ എന്നാണ് അർത്ഥം. അപ്പൊ ഗ്ലൂക്കോസിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഗ്ലൂക്കോസ് നമ്മൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ 6 കാർബൺ ഇതൊക്കെ ഒരു കാർബൺ ആണെന്ന് വിചാരിക്കുക, 2, 3, 4, 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിനെ നമ്മൾ 3 കാർബൺ വീതമുള്ള 3 കാർബൺ വീതമുള്ള പൈറുവേറ്റ്, അപ്പൊ 2 പൈറുവേറ്റ് നമുക്ക് 2 പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയും. ആൻഡ് ഈ പാത്വേ നമ്മൾ വേറൊരു പേര് കൂടി പറഞ്ഞു വിളിക്കും, ഫേമസ് പേരാണ് എംഡൻ, മേയർഹോഫ് പർനാസ് പാത്വേ എന്നും നമ്മൾ വിളിക്കും. സോ രണ്ടും ഗ്ലൈക്കോളിസിസ് തന്നെയാണ്. ആൻഡ് ഇത് 2 തരമുണ്ട് നമ്മൾ പറഞ്ഞു. വൺ ഈസ് എയ്റോബിക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ അനൈറോബിക്കും ഉണ്ട്. ഇനി ഗ്ലൈക്കോളിസിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് ഓർ സം ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്ലൈക്കോളിസിസ് കടക്കാം. ഇത് എല്ലാ സെല്ലിലും നടക്കും. ദിസ് ടേക്ക് പ്ലേസ് ഇൻ ഓൾ സെൽസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് സെല്ലിൽ എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ദ സൈറ്റോസോൾ ഓർ ദ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുക. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എയ്റോബിക് നടന്നു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് എയ്റോബിക് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈറുവേറ്റ് കിട്ടും, എനർജി കൂടുതൽ കിട്ടും, ATP കൂടുതൽ കിട്ടും. അഞ്ചാമത്തെ പോയിന്റ് അനൈറോബിക് ആണ് നടക്കുന്നതെങ്കിൽ ലാക്ടേറ്റ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ എനർജി ഈസ് ലെസ്, കുറവാണ്, പക്ഷെ കാര്യങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നുള്ളൂ. ഉദാഹരണം RBC, അവയ്ക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, അപ്പൊ ഇത് നടക്കണം. ദെൻ കഠിനമായ എക്സസൈസ്, ഇൻക്രീസ്ഡ് എനർജി ഡിമാൻഡ്, ഓക്സിജൻ ഷോർട്ടേജ്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അനൈറോബിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
ദെൻ ഗ്ലൈക്കോളിസിസ് ഇസ് എ പ്രിലിമിനറി പാത്വേ ആണ്, ആദ്യത്തെ സ്റ്റെപ്പ് ആണ്. ദെൻ കംപ്ലീറ്റ് ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം ഓക്സിഡേഷൻ ഒക്കെ പുറകെ വീണ്ടും സ്റ്റെപ്പുകളായിരിക്കും നടക്കുക. ആൻഡ് 7ാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ കൊഴുപ്പിനകത്ത് ലിപിഡിനകത്തുള്ള ഗ്ലിസറോൾ ഉണ്ടാകാൻ. സോ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാർബൺ സ്കെലിറ്റൻ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 8ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇത് വെച്ചിട്ട് പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്ലൂക്കോനിയോജെനസിസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇമ്പോർട്ടന്റ് ഇൻ സ്റ്റാർവേഷൻ, ഫാസ്റ്റിംഗിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 9ാമത്തെ ഹൃദയത്തിലും മറ്റും ഗ്ലൈക്കോളിസിസ് സ്ലോ ആണ്. സോ ഇൻ ഹാർട്ട് ഹൃദയത്തിൽ ഗ്ലൈക്കോളിസിസ് സ്ലോ ആണ്. സോ അതുകൊണ്ട് ഇസ്കീമിക് ഉണ്ടായി കഴിഞ്ഞാൽ സീരിയസ് കോൺസിക്വൻസ് ഉണ്ടാക്കും. അനൈറോബിക് വഴി ഉണ്ടാക്കാനായിട്ട് വരില്ല. ഇനി പാത്വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം 10 സ്റ്റെപ്സ് ആണ് നമ്മൾ പറയാം, 10 സ്റ്റെപ്പുകൾ നമ്മൾ പറയും. അതിൽ ആദ്യത്തെ 5 എണ്ണം നമ്മൾ പ്രിപ്പറേറ്ററി ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസ് എന്ന് വിളിക്കും. പിന്നീടുള്ള 5 എണ്ണം അതിനെ നമുക്ക് പേ ഓഫ് ഫേസ് ആണ്. പേ ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്നതാണ്. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ പ്രതിഫലം ലഭിക്കണം. സോ ആദ്യം നമ്മൾ അങ്ങോട്ട് ATP കൊടുക്കേണ്ടി വരും, ദെൻ പിന്നെ കൂടുതൽ ATP നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഗ്ലൈക്കോളിസിസ് ഒക്കെ നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, സെല്ലിനകത്തേക്ക്, ഇത് സെല്ലാണെങ്കിൽ ഗ്ലൂക്കോസ് ഇതാണെങ്കിൽ പുറത്തിരിക്കുന്നത് അകത്തേക്ക് കയറണം. സോ ഇതിനൊരു ട്രാൻസ്പോർട്ടർ വേണം. അതിന് നമ്മൾ ഗ്ലൂട്ട് ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. GLUT4 ആണ് മിക്കവാറും എല്ലാ സെല്ലിലും ഉള്ളത്. ആൻഡ് പാൻക്രിയാസ്, ബീറ്റാ സെല്ല് അല്ലെങ്കിൽ ലിവറിലൊക്കെ ആണെങ്കിൽ GLUT2 ഉണ്ട്, GLUT2. ആൻഡ് ഇൻസുലിനൊക്കെ ഈ ട്രാൻസ്പോർട്ടർ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഗ്ലൂക്കോസ് എത്തിക്കാനായിട്ടും പറ്റും. സോ സ്ക്രീൻ മൊത്തം നമ്മുടെ സൈറ്റോപ്ലാസം ആണെന്ന് വിചാരിക്കുക. സോ നമുക്ക് ആദ്യം വേണ്ടത് സെല്ലിനകത്ത് കയറിയ ഗ്ലൂക്കോസിനെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പ് ചെയ്യാം. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിലൂടെ ബൈ ഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷേ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ട്രാപ്പ് ചെയ്യണം. സോ ട്രാപ്പിംഗ് ഓഫ് ഗ്ലൂക്കോസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇതിന് ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിച്ചു കൊടുത്താൽ മതി. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കാം. സോ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുകയാണ്. നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ 6 സംഭവം വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഫോസ്ഫേറ്റ് എഴുതാം. ചില മെഡിക്കൽ സ്ട്രീമിലെ ആൾക്കാർക്ക് സ്ട്രക്ചേഴ്സ് വേണം, അതുകൊണ്ട് ഞാൻ സ്ട്രക്ചർ കൂടി വരയ്ക്കുകയാണ്. നമുക്ക് ഗ്ലൂക്കോസ് ഒന്ന് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഗ്ലൂക്കോസ് 6 മെമ്പേർഡ് ആണ്, ഇത് ഇങ്ങനെ വരയ്ക്കാം. CH2OH ഉണ്ട്, ഇവിടെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. OH, ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, H ഒക്കെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റണം. 6th പൊസിഷനിലാണ് നമുക്ക് ഫോസ്ഫേറ്റ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് വരയ്ക്കുകയാണ്. OH, ഇവിടെ OH ഉണ്ട്, OH, CH2 ഇവിടെയാണ് നമ്മൾ പിടിക്കുക. OPO3 ആണ് ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നത് 5th പൊസിഷനാണ്. 1, 2, 3, 4, 5 ആൻഡ് 6. ഇതാണ് 6th പൊസിഷനാണ് ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നത്. ആൻഡ് ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്ന എൻസൈംസ് എല്ലാം തന്നെ കൈനേസസ് എൻസൈം ആണ്. കൈനേസസ്, സോ 2 തരം കൈനേസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഹെക്സോകൈനേസ് ഉണ്ട്, ദെൻ രണ്ടാമത്തത് ഗ്ലൂക്കോകൈനേസ് ആണ്. സോ ഹെക്സോകൈനേസ് എല്ലാ സെൽസിലും ഉണ്ട്. ഗ്ലൂക്കോകൈനേസ് ഉള്ളത് ലിവറിലും പാൻക്രിയാറ്റിക് ബി സെൽസ് ആണ്. ഇതിന് മഗ്നീഷ്യത്തിന്റെ സഹായം കൂടി വേണം. പിടിപ്പിക്കുന്നത് ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ATP ആണ്. ATP ഇത് ന്യൂക്ലിയോടൈഡ് ബേസ് ആണ്. ഇത് നമുക്ക് റൈബോ ഷുഗർ ആണ്. ഇവിടെ 3 ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിൽ അത് ATP ആണ്. സോ ഇതിൽ നിന്ന് ഈ ഫോസ്ഫേറ്റ് എടുത്താണ് ഇങ്ങോട്ട് കൊടുത്തത്. അപ്പൊ ബാക്കി എന്തുണ്ടായി? ബാക്കി ADP ആണ്. സോ ATP ഈസ് കൺവേർട്ടഡ് ടു ADP. സോ വി ആർ സ്പെൻഡിങ് ATP. ഇൻവെസ്റ്റ്മെന്റ് ഫേസ് ആണ്, നമ്മൾ ചെലവ് അങ്ങോട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വി ആർ സ്പെൻഡിങ് ATP. സോ റിയാക്ഷൻ ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഒരിക്കൽ ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയാൽ പിന്നെ തിരിച്ച് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. സോ ഈ സ്റ്റെപ്പ് ഈസ് ഓൾസോ റെഗുലേറ്ററി സ്റ്റെപ്പ് കൂടിയാണ് എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. ഗ്ലൈക്കോളിസിസ് ഡിപെൻഡ്സ് ഓൺ ദിസ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിന്റെ പേര് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്നാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോസ്ഫോറിലേഷൻ ബിക്കോസ് വി ആർ ആഡിങ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ദിസ് ഈസ് ഇറിവേഴ്സിബിൾ ആൻഡ് ദിസ് ഈസ് സ്പെൻഡിങ് എനർജി ആൻഡ് ദിസ് ഈസ് റേറ്റ് ലിമിറ്റിംഗ് ഓർ റെഗുലേറ്ററി സ്റ്റെപ്പ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ദിസ് ഈസ് ഐസോമറൈസേഷൻ ആണ്. ഗ്ലൂക്കോസിനെ നമ്മൾ അതിന്റെ ഐസോമർ ആക്കി മാറ്റുകയാണ്. അത് ഐസോമർ ഫ്രക്ടോസ് ആണ്. അപ്പൊ നമുക്ക് ഫ്രക്ടോസ് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. 6 ഫോസ്ഫേറ്റ് തന്നെയാണ്. അപ്പൊ 6th പൊസിഷൻ ഇതാണ്. CH2OPO3 ഇവിടെ CH2OH ഉണ്ട്, ഇവിടെ നമുക്ക് OH ഉണ്ട്, ഇവിടെ നമുക്ക് OH ഉണ്ട്, ഇവിടെ നമുക്ക് OH ഉണ്ട്, ആൻഡ് ഇവിടെ CH2PO. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഹെക്സോസ് ആണ് ആൻഡ് ഒരു ഫോസ്ഫേറ്റ് അതിനകത്തുണ്ട്. സോ അപ്പൊ ഒരു ഫോസ്ഫോ ഹെക്സോസ് ആയി. പ്രോസസ് എന്ന് പറയുന്നത് ഐസോമറൈസേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എൻസൈമിന്റെ പേര് എന്തായിരിക്കും? എൻസൈമിന്റെ പേര് ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ്. ആൻഡ് ഇത് നമ്മൾ വരച്ചത് ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്. ഇത് 6 പൊസിഷൻ ആണ് വിചാരിക്കുക. ഫോസ്ഫേറ്റ് ഇപ്പോഴും
ഇതും 6th പൊസിഷനിലാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ വരച്ചത് റിവേഴ്സിബിൾ ആണ്. സോ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ആണ് എന്നുള്ളത് കിട്ടുന്നത് ഫ്രക്ടോസ് 6-phosphate ആണ് നമുക്ക് കിട്ടുക. എൻസൈം ഫോസ്ഫോഹെക്സോസ് ഐസോമറൈസ് ആണ്. സ്റ്റെപ്പ് ഈസ് ഐസോമറൈസേഷൻ ആണ്. ഇനി ഈ ഫ്രക്ടോസ് 6-phosphateനകത്തേക്ക് നമ്മൾ ഒരു ഫോസ്ഫേറ്റും കൂടി പിടിപ്പിക്കുകയാണ്. അത് നമ്മൾ പിടിപ്പിക്കുക ഇവിടെയാണ്. ഇവിടെ പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഫ്രക്ടോസ് 1,6-bis-phosphate ആണ്. ഞാൻ വരയ്ക്കാം. സോ ഇപ്പൊ കിട്ടുന്നത് ഫ്രക്ടോസ് 1,6. ഇത് 6th പൊസിഷൻ, ഇത് 1st പൊസിഷൻ. ബിസ്ഫോസ്ഫേറ്റ് ആണ്. സോ ഫോസ്ഫേറ്റ് ആണ് പിടിപ്പിക്കാൻ അല്ലെ. ഫോസ്ഫേറ്റ് പിടിപ്പിക്കാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് വീണ്ടും ATP വേണം. ATPയിൽ നിന്ന് നമ്മൾ ഒരു ഫോസ്ഫേറ്റ് എടുത്ത് ADP ആയി മാറും. ഈ ഫോസ്ഫേറ്റ് ആണ് ഇവിടെ പിടിപ്പിക്കുക. അപ്പൊ എന്തായിരിക്കും? എൻസൈമിന്റെ പേര് കൈനേസ് തന്നെയാണ്. ഇവിടെയും കൈനേസ് ആയിരുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് കൈനേസ് ആണ്. ഏത് കൈനേസ് ആണെന്ന് ചോദിച്ചാൽ ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1 എന്നാണ് ഇതിന്റെ. PFK1. സോ രണ്ടാമത്തെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നത് 1st പൊസിഷനിലാണ്. സോ 2 ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ട് ബിസ്ഫോസ്ഫേറ്റ് ആയി. 1ലും 6ലും 1,6-bis ഫ്രക്ടോസ് ആണ്. സോ ഫ്രക്ടോസ് 1,6-bis-phosphate ആണ് കിട്ടുക. സോ ഈ സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ്, ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇറിവേഴ്സിബിൾ ആണ്. ഇതും ഇറിവേഴ്സിബിൾ ആയിരുന്നു ഫോസ്ഫേറ്റ് പിടിപ്പിച്ചത്. ഇതും ഇറിവേഴ്സിബിൾ ആണ്. മാത്രമല്ല കമ്മിറ്റഡ് സ്റ്റെപ്പ് ആണ്. കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എത്ര ഫ്രക്ടോസ് 1,6-bis-phosphate ഉണ്ടായോ അത് മൊത്തം ഗ്ലൈക്കോളിസിസ് അണ്ടർഗോ ചെയ്യണം. ഇത് ചെയ്തിട്ടേ പോകാവുള്ളൂ. സോ ദിസ് ഈസ് എ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആണ്. കമ്മിറ്റഡ് ആണ്, റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആണ്. സോ ഇറ്റ് ഈസ് എ റെഗുലേറ്ററി സ്റ്റെപ്പ് ആണ്. റെഗുലേറ്ററി സ്റ്റെപ്പ്. ഇത് റെഗുലേറ്ററി ആയിരുന്നു. മൂന്നാമത്തതും റെഗുലേറ്ററി ആണ്. സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ഫോസ്ഫോറിലേഷൻ ആണ്. സോ ഇതും ഫോസ്ഫോറിലേഷൻ ആണ്. സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ഫോസ്ഫോറിലേഷൻ എന്നാണ് അതിന്റെ ഹെഡിങ്. ATP സ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിവേഴ്സിബിൾ ആണ്. റേറ്റ് ലിമിറ്റിംഗ് കമ്മിറ്റഡ് സ്റ്റെപ്പ് ആണ്. എൻസൈം ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ്. അപ്പൊ ഇതുവരെ എത്ര ATP ചെലവായി? ഒന്നിവിടെ. 2 ATP നമുക്ക് കയ്യിൽ നിന്ന് ചെലവായി കഴിഞ്ഞു. ഫ്രക്ടോസ് 1,6-bis-phosphateല് 6 കാർബൺ ഉണ്ട്. 2 ഫോസ്ഫേറ്റും ഉണ്ട്. 1ലും 6ലും. ഇതിനെ ഇനി നമുക്ക് 3 കാർബണുള്ള 2 സംഭവമാക്കി മാറ്റാം. സോ ഈ സ്റ്റെപ്പിനെ നമ്മൾ ക്ലീവേജ് എന്നാണ് വിളിക്കുക. ക്ലീവേജ് സ്റ്റെപ്പ് ആണ്. സ്പ്ലിറ്റിംഗ് സ്റ്റെപ്പ് ആണ്. സോ 3 കാർബണുള്ള 2 കെമിക്കൽസ് കിട്ടണം. മോണോസാക്രൈഡ് കിട്ടണം. ട്രയോസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ചെറിയ മോണോസാക്രൈഡ് ട്രയോസസ്. 2 ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ട് ട്രയോസ് ഫോസ്ഫേറ്റ് ആണ്. 1 ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആണ് കിട്ടുക. 2 ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ 3 കാർബൺ വേണം അല്ലെ. മറ്റേതിനകത്തും വേണം. സോ ഗ്ലിസറാൾഡിഹൈഡ് ഒരു H ഇവിടെ വരയ്ക്കാം, ഒരു OH ഇവിടെ വരയ്ക്കാം, H ഇവിടെ വരയ്ക്കാം, ഒരു CH2 വരയ്ക്കാം, ഡബിൾ ബോണ്ട് FeO3 2-. സോ ഇതാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആണ്. ഇനി ഡൈഹൈഡ്രോക്സി അസറ്റോൺ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ 3 കാർബൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ആദ്യത്തേതിൽ OPO3 2- ഉണ്ട്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആണുള്ളത്. ഇവിടെ CH2OH ആണുള്ളത്. ഇതാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നടത്താനായിട്ടുള്ള എൻസൈം ഈസ് ആൾഡോലേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആൾഡോലേസ്. സോ സ്റ്റെപ്പ് 4 ഇസ് ക്ലീവേജ് ഓർ സ്പ്ലിറ്റിംഗ്. റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കണം. എൻസൈം ഈസ് ആൾഡോലേസ് ആണ്. ആൻഡ് വി ഗോട്ട് 2 things. One is glyceraldehyde 3-phosphate and also dihydroxyacetone phosphate കിട്ടി. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphateഉം ദിസ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഇത് രണ്ടും ഐസോമേഴ്സ് ആണ് എന്നാണ്. ഐസോമേഴ്സ് എന്ന് വെച്ചാൽ ഇവയ്ക്ക് ഇതാവാൻ പറ്റും, ഇവയ്ക്ക് ഇതാവാൻ പറ്റും. അതിനർത്ഥം നമുക്ക് 2 ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate 2 കിട്ടിയെന്ന് പറയാമല്ലോ. കാരണം ഇതിന് ഇതാകാമല്ലോ. സോ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് 2 ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate കിട്ടി എന്ന് നമുക്ക് പറയാം. സോ 2ഉം ട്രയോസ് ആണ്. 2ലും ഫോസ്ഫേറ്റ് ഉണ്ട്. നടക്കുന്നത് ഐസോമറിസം ആണ്. സോ എൻസൈം എപ്പോ ഏതായിരിക്കും? എൻസൈം വിൽ ബി ഫോസ്ഫോട്രയോസ് ഐസോമറേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രയോ ഫോസ്ഫോ ഐസോമറേസ്. അതാണ് എൻസൈം. സോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു, സ്പ്ലിറ്റിംഗ് കഴിഞ്ഞു, ക്ലീവേജ് കഴിഞ്ഞു. കിട്ടിയത് 2 ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate കിട്ടി. ഇനി അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇവിടെ പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇത് 2 ഉണ്ട് എന്ന് കണക്കാക്കുക. കിട്ടുന്ന ലാഭമെല്ലാം ഇൻറ്റു 2 ആയിരിക്കും ഞാൻ പറയുക എന്ന്. കിട്ടുന്നതെല്ലാം ഇരട്ടിയാക്കണം. സോ അപ്പൊ ഇനി ഇത് 5ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 6ാമത്തെ സ്റ്റെപ്പ് മുതൽ എല്ലാം പേ ഓഫ് ആണ്, ലാഭമാണ്, റിവാർഡ് ഫേസ് ആണ്.
പിന്നെ 6th സ്റ്റെപ്പ്, 6ാമത്തെ സ്റ്റെപ്പിൽ ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ നമ്മൾ വീണ്ടും ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക. ഫോസ്ഫേറ്റ് പിടിപ്പിക്കുകയാണ്. ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആണ് പിടിപ്പിക്കുക. സോ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഒരു ഇതാണ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഇത് പിടിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, രണ്ടാമത്തെ ഇവിടെ പിടിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടുക ഇവിടെ നമുക്കൊന്നും കൂടി വീണ്ടും വരയ്ക്കാം. 6 സ്റ്റെപ്പ് ഉണ്ടോ, OH ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ നേരത്തെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. PO3 2- ഉണ്ട്. അപ്പൊ ഇവിടെയാണ് ഇത് പിടിപ്പിക്കുക. പിടിപ്പിക്കുക PO3 പിടിപ്പിക്കുക 2-. സോ ഇത് 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. 1,3 1ലും 3യും 2 ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. ഗ്ലിസറാൾഡിഹൈഡ് അല്ല, ഗ്ലിസറേറ്റ് ആയി ഇപ്പൊ സംഭവം. സോ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നതുകൊണ്ട് ഫോസ്ഫോറിലേഷൻ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ NAD പ്ലസ് ഉപയോഗിച്ചിട്ട് അതിനെ NADH ആക്കി മാറ്റുന്നുണ്ട്. പ്ലസ് ഒരു H+ കൂടി പോകും. സോ NAD പ്ലസിലേക്ക് ഒരു H ആഡ് ചെയ്യുന്നു. H ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നത്. സോ പ്രോസസ് ഈസ് റിഡക്ഷൻ ആണ്, അത് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ അപ്പൊ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഓക്സിഡൈസ്ഡ് ആവും. സോ ആഡ് ചെയ്യുന്നത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആണ്. സോ ഫോസ്ഫേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പിൽ ആഡ് ചെയ്യുമ്പോൾ 2 സ്ഥലത്താവുന്നു. നമ്മൾ പറഞ്ഞത് 2 ഉണ്ട്. സോ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് സ്റ്റെപ്പ് എന്ന് പറയാം. ഗ്ലിസറാൾഡിഹൈഡിൽ ഡീഹൈഡ്രോജിനേഷൻ നടക്കുന്നുണ്ട്. H ആണ് പോയി. സോ ദിസ് സ്റ്റെപ്പ് ഈസ് ഡീഹൈഡ്രോജിനേഷൻ കൂടിയാണ്. ഹൈഡ്രജൻ മാറ്റുന്നതാണ് ഓക്സിഡേഷൻ. അതുകൊണ്ടാണ് ഇത് ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഈസ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനാണ് ഡീഹൈഡ്രോജിനേറ്റ് ചെയ്യുന്നത്. സോ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫോ ഡീഹൈഡ്രോജിനേസ് എന്നാണ് എൻസൈമിന്റെ. സോ അതുകൊണ്ടാണ് ഞാൻ ഡീഹൈഡ്രോജിനേഷനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. ആൻഡ് ഇത് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണ്. ആൻഡ് ഈ NADയിൽ നിന്ന് NADH ആകുമ്പോഴത്തേക്കും നമുക്ക് ATP ഉണ്ടാക്കാം. അതിനെപ്പറ്റി ഞാൻ പുറകെ പറയാം. ഇനി 7ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് അങ്ങ് മാറ്റുകയാണ്. നമ്മൾ ഇത് അങ്ങോട്ട് മാറ്റുക. ഇതങ്ങ് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക C ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു O കിട്ടും. ബാക്കി എല്ലാം സെയിം ആണ്. C ഉണ്ട്, OH ഉണ്ട്, ഇവിടെ H ഉണ്ട്, CH2 ഉണ്ട്, OPO3. സോ ഇപ്പൊ നമുക്ക് കിട്ടിയത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് കിട്ടി. 3-ഫോസ്ഫോഗ്ലിസറേറ്റ് കിട്ടി. ഈ 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറേറ്റ് 2 ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു ഹൈ എനർജി കോമ്പൗണ്ട് ആണ്. അതിൽ നിന്നാണ് ഫോസ്ഫേറ്റ് മാറ്റിയത്. അപ്പൊ ഈ മാറ്റിയ ഫോസ്ഫേറ്റ് നമ്മൾ എവിടെ പിടിപ്പിക്കും എന്ന് വെച്ചാൽ നമ്മൾ ADPയിലേക്ക് പിടിപ്പിക്കും. ADPയിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ATP കിട്ടും. സോ വി ഹാവ് ഗോട്ട് ആൻ ATP ഹിയർ. സോ ഫോസ്ഫേറ്റ് ആണ് മാറ്റിയത്. സോ ദിസ് റിയാക്ഷൻ ഈസ് ഫോസ്ഫോറിലേഷൻ ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് ദിസ് ഈസ് എ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. സോ ഫോസ്ഫേറ്റ് ചേർക്കലും മാറ്റലും എല്ലാം ചെയ്യുന്നത് സാധാരണ കൈനേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ പേര് അപ്പൊ എന്തായിരിക്കും? ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആണ്. ഇവിടെ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ദിസ് റിയാക്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആണ്. സോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ATP ആണ് കിട്ടിയത്. ഇത് 2 ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് 2 ATP കിട്ടിയതായിട്ട് നമുക്ക് പറയാം. ഇനി 8ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഫോസ്ഫേറ്റ് ഇത് മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റലാണ്. ഇത് 3ാമത്തെ ആയിരുന്നു, 2ാമത്തേലേക്ക് മാറ്റുന്നു. സോ സ്റ്റെപ്പ് ഈസ് ഐസോമറൈസേഷൻ ആണ്. സോ അപ്പൊ നമുക്ക് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. സ്ട്രക്ചർ വരച്ചാൽ ഇതാണ് സ്ട്രക്ചർ. ഓക്കെ. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് ഓൾസോ റിവേഴ്സിബിൾ ആണ്. സോ ഐസോമറൈസേഷൻ നടക്കാൻ ഐസോമറൈസ് എൻസൈം അല്ല, ഇവിടെ നമുക്ക് ജസ്റ്റ് പേരൊന്ന് മാറ്റണം. ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എന്നാണ് ഇതിന്റെ പേര്, മ്യൂട്ടേസ്. സോ 8th സ്റ്റെപ്പിൽ ഫോസ്ഫേറ്റ് ഒന്ന് മാറ്റുകയാണ്, സ്ഥലം മാറ്റുകയാണ്. സോ എൻസൈം ഈസ് ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ് ആൻഡ് ദിസ് ഈസ് റിവേഴ്സിബിൾ. പിന്നെ 9ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ 2-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്നും നമ്മൾ ഈ Hഉം ഈ OHഉം അങ്ങോട്ട് മാറ്റും. ദാറ്റ് മീൻസ് വാട്ടർ ആണ് മാറ്റിയത്, ഡീഹൈഡ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോസ്ഫേറ്റ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കിട്ടും. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഇവിടെ പഴയതുപോലെ തന്നെയാണ്. ഇവിടെ മൈനസ് ഇത് പോയി. സോ ഈ സ്റ്റെപ്പ് അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണ്. ആൻഡ് ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട് കിട്ടി. അത് ഇനോൾ ആണ്. ഇനോൾ ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ നമുക്ക് ഈ സംഭവത്തിന്റെ പേര് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. സോ നമുക്ക് കിട്ടിയത് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ഹൈ എനർജി കോമ്പൗണ്ട് ആണ്. സോ ഈ റിയാക്ഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഈ എൻസൈമിന്റെ പേര് ദിസ് എൻസൈം ഈസ് ഇനോലേസ് എന്നാണ്. ഇനോലേസ് എന്ന് പറയുന്ന എൻസൈം. ആൻഡ് ഈ ഇനോലേസിനെ തടയാനായിട്ട് ഫ്ലൂറൈഡിന് പറ്റും. സോ ഫ്ലൂറൈഡിനപ്പൊ ഈ ഹൈഡ്രോളിസിസ് മൊത്തം തടയാനായിട്ട് പറ്റും. സോ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ട് കുറച്ച് ഫ്ലൂറൈഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് ഗ്ലൂക്കോസ് തടയുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഗ്ലൂക്കോസിന്റെ എമൗണ്ട്, ഗ്ലൈക്കോളിസിസ് നടക്കാത്ത ഗ്ലൂക്കോസിന്റെ എമൗണ്ട് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് ഓൾസോ റിവേഴ്സിബിൾ ആണ്. ഇങ്ങനെ വരയ്ക്കണം. സോ അപ്പൊ ഇവിടെ ഒരു വാട്ടർ ആണ് പോയത്. അപ്പൊ മൊത്തത്തിൽ 2H2O പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഒരു ഹൈ എനർജി കോമ്പൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്തൊരു ഫോസ്ഫേറ്റ്
പറഞ്ഞിട്ടുണ്ട്. ഈ ഫോസ്ഫേറ്റ് നമ്മൾ അങ്ങ് മാറ്റാം. ഫോസ്ഫേറ്റ് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ആർക്ക് കൊടുക്കും? സാധാരണ ADP കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ATP ആകും. സോ വി ആർ ഗെറ്റിംഗ് 1 ATP ഹിയർ. സോ മൊത്തം 2 ATP ഇവിടെ കിട്ടും. ആൻഡ് ദിസ് എൻസൈം ഈസ് ഫോസ്ഫേറ്റ് ആണ് മാറ്റുന്നത്, അപ്പൊ കൈനേസ് ആക്കണം. അപ്പൊ എൻസൈമിന്റെ പേര് പൈറുവേറ്റ് കൈനേസ് എന്നാണ് എൻസൈമിന്റെ പേര്. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് ഉണ്ടാകുന്ന സ്റ്റെപ്പ് ഇറിവേഴ്സിബിൾ ആണ്. ഒറ്റ ആരേ ഉള്ളൂ, ഇറിവേഴ്സിബിൾ ആണ്. സോ ഇത് റിവേഴ്സിബിൾ ആയിരുന്നു. 1, 3 അല്ലെ, 1, 3 ആൻഡ് 10 ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ്. സോ ഇതും ഇത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആയിരിക്കും. റെഗുലേറ്ററി സ്റ്റെപ്പ് ആണ്. ദിസ് ഇസ് 3 റെഗുലേറ്ററി സ്റ്റെപ്പ്. സോ പൈറുവേറ്റിന്റെ സ്ട്രക്ചറും കൂടി ലാസ്റ്റ് ഒന്ന് വരച്ചേക്കാം. C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ CH3 ആയി. ഇവിടുത്തെയാണ് ഫോസ്ഫേറ്റ് പോയത്. സോ അപ്പോൾ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് ഇത് ഗ്ലൂക്കോസിൽ നമ്മൾ തുടങ്ങി. അപ്പൊ 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 ATP ആണ് നഷ്ടപ്പെട്ടത്. ഇവിടെ നമുക്ക് 2 സ്ഥലത്തായിട്ട് 2 ATP വെച്ച് കിട്ടി. ആൻഡ് 1, 3 and 10 ആർ ഇറിവേഴ്സിബിൾ ആണ്. 3 റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആണ്. 1ലും 3ലും ATP നഷ്ടപ്പെട്ടുവെങ്കിൽ 10ൽ 10th സ്റ്റെപ്പിൽ നമുക്ക് ATP കിട്ടുകയാണ് ചെയ്തത്. 3 സ്റ്റെപ്പും റെഗുലേറ്ററി സ്റ്റെപ്പ് ആയിരുന്നു. ആൻഡ് സ്റ്റെപ്പ് 7 and 10 അവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ. സോ ദിസ് ഓൾസോ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. സോ 7ൽ നമുക്ക് ATP കിട്ടി, ഇവിടെയും നമുക്ക് ATP കിട്ടി. ഇനി ഇങ്ങനെ ഉണ്ടായ പൈറുവേറ്റ് ഇത് എയ്റോബിക് ഗ്ലൈക്കോളിസിസിലേക്ക് പോവുകയാണെങ്കിൽ അത് അസറ്റൈൽ CoA ആകുന്നു. ദെൻ TCA സൈക്കിളിലേക്ക് പോകുന്നു. ദെൻ ETC ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോയിട്ട് നമുക്ക് ATP ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴാണ് ഫുൾ ഓക്സിഡേഷൻ ഒക്കെ നടക്കുക. ദെൻ ഇഫ് ഇറ്റ് ഗോസ് ടു എനൈറോബിക് ഗ്ലൈക്കോളിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി കൺവേർട്ട് ടു ലാക്ടേറ്റ് ആയിട്ട് മാറ്റാം. സോ ഇവിടെ പൈറുവേറ്റിനെ ലാക്ടേറ്റ് ആയിട്ട് മാറ്റുമ്പോൾ നമ്മൾ NADH plus H NAD plus ആണ് നമുക്ക്. നമ്മൾ നേരത്തെ ഗ്ലൈക്കോളിസിന്റെ 6 സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ നേരെ തിരിച്ചാണ്, ഇങ്ങോട്ടാണ് പറഞ്ഞത്. സോ ഇവിടെ നേരെ തിരിച്ച് ഇങ്ങോട്ടാണ്. എന്താ ഗുണം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ശരീരത്തിൽ ഓക്സിജൻ അധികം കിട്ടാതെ വരികയോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ച് ഈ NAD and NADH ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയും ഗ്ലൈക്കോളിസിസ് തുടർന്ന് നടക്കുകയും ഗ്ലൈക്കോളിസിസ് സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്യും. പക്ഷെ അപ്പൊ ലാക്ടേറ്റ് ഉണ്ടാക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. സോ RBCയിൽ ഇതൊക്കെ ഗുണമാണ്. ദെൻ ലാക്ടേറ്റിന് വേണമെങ്കിൽ റീസൈക്കിളിലേക്ക് പോകാം. റീസൈക്കിളിലേക്ക് പോയിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോനിയോജെനിസിസ് ഉണ്ടാക്കാം. ലാക്ടേറ്റ് കൂടിക്കഴിഞ്ഞാൽ ലാക്ടിക് ആസിഡോസ് ആണ്, ടോക്സിക് കണ്ടീഷൻ ആണ്, സെൽ ഡാമേജ് ഉണ്ടാക്കാം, മസിൽ ഫറ്റീഗ്, ക്രാമ്പിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇനി നമ്മൾ ഈ മൊത്തം റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനൊപ്പം നമ്മൾ 2 ADP അത് കൊടുത്തു. സ്റ്റെപ്പ് 1ലും നമ്മൾ ATP കൊടുത്തു, അത് ADP ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നമ്മൾ 2 NAD നമ്മൾ ഉപയോഗിച്ചു, NAD+ ഉപയോഗിച്ചു. ഇത് 6th സ്റ്റെപ്പിലായിരുന്നു. ദെൻ 2 ഫോസ്ഫേറ്റ് നമ്മൾ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് നമ്മൾ കൊടുത്തായിരുന്നു. 7th സ്റ്റെപ്പിലും 6th സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കൊടുത്തായിരുന്നു. നമുക്ക് കിട്ടിയത് പൈറുവേറ്റ് ആണ്. 2 പൈറുവേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 10th സ്റ്റെപ്പിലാണ് കിട്ടിയത്. ദെൻ 2 NADH നമുക്ക് കിട്ടി ആൻഡ് 2 H+ അതിന്റെ ഒപ്പം കിട്ടി. ഇത് കിട്ടിയത് 6th സ്റ്റെപ്പിലായിരുന്നു. ദെൻ 2 ATP നമുക്ക് ATP കിട്ടിയത് ഒന്ന് 7th സ്റ്റെപ്പിലും ഒന്ന് 10th സ്റ്റെപ്പിലും ആയിരുന്നു. ഓക്കെ, സോ ഇത് നമുക്ക് 2 എന്നുള്ളിടത്ത് 4 നമുക്ക് ആക്കാം. ഇതും നമുക്ക് 4 ആക്കാം. ആൻഡ് പ്ലസ് നമുക്ക് വെള്ളം നഷ്ടപ്പെട്ടു, 2 H2O നഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് 9th സ്റ്റെപ്പിലായിരുന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾക്ക് ഒന്ന് എനർജറ്റിക്സ് ഒന്ന് പറഞ്ഞാൽ, എനർജറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 ഇവിടെ ഒരു നമ്മൾ ATP കൊടുത്തു. ആൻഡ് ഇവിടെ സ്റ്റെപ്പ് 3ലും ഒരു ATP നമ്മൾ കൊടുത്തു. -2 ATP 2 ATP നഷ്ടമാണ്. ഇനി സ്റ്റെപ്പ് 7ൽ നമുക്കൊരു ATP കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 2 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ATP കിട്ടി. ഇവിടെ സ്റ്റെപ്പ് 10ൽ നമുക്കൊരു ATP കിട്ടിയിട്ടുണ്ട്. വീണ്ടും അതുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ 2 ATP കിട്ടി. അപ്പോൾ 2 2 4 ATP ഇവിടെ കിട്ടി. സോ 4 ATP. സോ മൊത്തത്തിൽ നമുക്ക് 2 ATP ഇവിടെ ലാഭമാണ് ഗ്ലൈക്കോളിസിസിൽ. ഇനി സ്റ്റെപ്പ് നമ്പർ 6ൽ ഈ NAD NADH ആയിട്ട് മാറുന്നുണ്ടല്ലേ. ഇത് നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോകാം. 2 രീതിയിൽ പോകാം. ഒന്ന് മാലേറ്റ് അസ്പാർട്ടേറ്റ് ഷട്ടിൽ വഴി പോകും. സോ ഈ ഷട്ടിൽ വഴി പോയി കഴിഞ്ഞാൽ ഒരു NADH-ന് നമുക്ക് 2.5 ATP കിട്ടും. 2.5 ATP കിട്ടിയാൽ അപ്പൊ നമുക്ക് മൊത്തം 2 NADH കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ATP. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷട്ടിൽ വഴി മാലേറ്റ് അസ്പാർട്ടേറ്റ് ഷട്ടിൽ വഴിയാണെങ്കിൽ പ്ലസ് 5 ATP എന്ന് പറയുമ്പോഴത്തേക്കും 7 ATP നമുക്ക് കിട്ടും. ഇനി അതല്ല, വേറൊരു ഷട്ടിൽ ഉണ്ട്. ആ ഷട്ടിലിന്റെ പേര് ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഷട്ടിലാണ്. ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഷട്ടിലാണെങ്കിൽ ഒരു NADH-ന് നമുക്ക് 1.5 ATP. അങ്ങനെയാണെങ്കിൽ 3 ATP. അങ്ങനെയാണെങ്കിൽ ഈ ഷട്ടിൽ വഴി പോവുകയാണെങ്കിൽ നമുക്ക് 2 + 3 ATP 5 ATP ആയിരിക്കും കിട്ടും. സോ ഇതാണ് ഇതിന്റെ എനർജറ്റിക്സ് എന്ന് പറയാ. ഈ പാത്വയൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളിവിടെ പറഞ്ഞത് വാട്ട് ആർ ദ സ്റ്റെപ്സ് പറഞ്ഞു. അതിന്റെ റെഗുലേഷൻ 3 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. 1, 3 and 10 ആണെന്ന് പറഞ്ഞു. എനർജറ്റിക്സ് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.